അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾ UDF എല്ലാ കാലത്തും അവിടുത്തെ അയ്യപ്പ ഭക്തരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം അവരുടെ നിലപാടുകൾക്കൊപ്പം പരസ്യമായി നിലപാടെടുത്തുന്ന ആളുകളാണ്. അതിനെതിരായിട്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കിയ ആളുകളാണ് CPM-കാർ. ആ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടില്ല. ആചാര ലംഘനം നടത്തിയത് ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടാണ്, അതിന് പിന്തുണയുമായിട്ടാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത്, അല്ലേ? നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും കേരളത്തിൽ മതിൽ തീർത്തതും ആചാര ലംഘനം ശരിയാണ്, ആകാശം ഇടിഞ്ഞു വീണാലും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം അഭിപ്രായം മാറ്റിയോ? അത് പറയേണ്ടവര്. അവരൊരു സുപ്രഭാതത്തിൽ വന്ന തെരഞ്ഞെടുപ്പ് 9 കൊല്ലം നടക്കാത്ത അയ്യപ്പ സംഗമം 10ാമത്തെ കൊല്ലം എങ്ങനെ നടത്തുന്നു? 9 കൊല്ലം ഇതില്ല. 10ാമത്തെ കൊല്ലം പെട്ടെന്നൊരു അയ്യപ്പനോടുള്ള ഒരു ഭക്തി, അത് എവിടെ നിന്നാണ് അത് ഉറവെടുത്തതെന്ന് നമ്മൾ അറിയണ്ടേ? കേസുകൾ പോലും പിൻവലിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വരെ കേസുണ്ട്. എല്ലാവർക്കും എതിരെ കേസുകളുണ്ട്. ഇവർക്കെതിരെ അടൂർ പ്രകാശിനെതിരെ CPM-നെതിരെ ഒക്കെ കേസുണ്ട്. അല്ല, ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ. അതിന് രാഷ്ട്രീയ സമ്മേളനമൊന്നുമല്ലല്ലോ അവിടെ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനമൊന്നും അല്ലല്ലോ. രാഷ്ട്രീയ സമ്മേളനം ഞങ്ങൾ പറഞ്ഞല്ലോ, വികസന സദസ്സ്, അത് ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ഇത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ മതി. അല്ല, അത് അവരുടെ ഇഷ്ടം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത് പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഏത് മതസംഘടനകൾക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. അതൊക്കെ അതാത് മതസംഘടനകൾ, സാമുദായിക സംഘടനകൾ തീരുമാനമെടുത്ത് പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം. അത് അവരുടെ അഭിപ്രായം. അതിലൊന്നും ഞങ്ങൾ ഒരു കാലത്തും കൈകടത്താറില്ല. അല്ല, ഉറപ്പായിട്ട് ചോദിക്കുമല്ലോ. ഇതിപ്പോ നിങ്ങൾ വഴി നമ്മൾ പറയുന്നത് ജനങ്ങളോടല്ലേ ചോദിക്കുന്നത്. ഇവരുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയല്ലോ, അയ്യപ്പ ഭക്തർ തിരിച്ചറിയല്ലോ. ഇവർ ആ അഫിഡവിറ്റ് ഇപ്പോഴും കിടക്കാണ്. നിയമമന്ത്രിയും ദേവസ്വം മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും ഒന്നും അതിനെപ്പറ്റി മിണ്ടാട്ടില്ല. ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കിടക്കാണ്. ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിക്കുന്ന, അതിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. അത് പിൻവലിക്കുമോ? അപ്പോൾ അത് പിൻവലിക്കുമോ? അത് പറയണ്ടേ? ഈ കേസുകൾ പിൻവലിക്കുമോ? ശബരിമലയിലെ വികസനത്തിന് വേണ്ടി പണം ചെലവാക്കുമോ? അല്ല, 10 കോടി, ഞാൻ പറയില്ല, 82 ലക്ഷം കൊടുക്കേണ്ടത് 10 കോടി കൊടുക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപിച്ചു. 10 കോടി പോട്ടെ, സ്ഥിരം കൊടുക്കുന്ന 82 ലക്ഷം പോലും കൊടുത്തിട്ട് 3 കൊല്ലമായി. റോഡ് വികസനത്തിന് പൈസ കൊടുക്കുന്നില്ല, ഒന്നിനും പൈസ കൊടുക്കുന്നില്ല. അല്ല, കവനന്റ് പ്രകാരം സർക്കാർ കൊടുക്കേണ്ട ആന്റണി ഗവൺമെന്റ് 82 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച ആ തുക 3 കൊല്ലമായിട്ട് കൊടുക്കുന്നില്ല. 10 കോടി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ്. 82 ലക്ഷം എല്ലാ വർഷവും 10 കോടിയാക്കി പ്രഖ്യാപിച്ചാണ് ബജറ്റിൽ. ഈ 82 കൊടുത്തിട്ടില്ല, പിന്നെയാണ് 10 കോടി കൊടുക്കുന്നത്. അപ്പൊ കാപട്യാണ്. അല്ല, എൻ്റെ അനുവാദത്തോടു കൂടിയല്ല സംഘാടക സമിതിയിൽ എൻ്റെ പേര് വെച്ച്. സാധാരണ നമ്മൾ ആരെയും സംഘാടക സമിതിയിൽ വെച്ചാലും വിളിച്ചൊന്ന് ചോദിക്കും. എൻ്റെ അനുവാദം ഇല്ലാതെയാണ് എൻ്റെ പേര് വെച്ചത്. ഇന്നലെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നു. എന്നോട് ആ സമയത്ത് ഞാൻ ഉണ്ടാവുമോ ഒന്നും ചോദിച്ചിട്ടല്ല ഇവിടെ വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് കത്ത് കൊടുത്തിട്ട് അദ്ദേഹം പുറത്തുപോയി, ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് വാർത്ത കൊടുത്തു. എന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കാണണ്ടെന്ന് പറയുമോ? ഞാൻ ഇതുവരെ ആരോടും എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരാളോടും ഞാൻ കാണണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇതൊരു എൻ്റെ വീടല്ലല്ലോ, പൊതു വീടല്ലേ. ഇവിടെ ആര് കാണണം എന്ന് പറഞ്ഞാലും അവർക്ക് അനുമതി കൊടുക്കും. എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നോട് സംസാരിക്കാതെ ഞാനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കത്ത് കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകേടാണ്. ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എന്നോട് വിളിച്ച് വന്നു കഴിഞ്ഞാൽ ഇനിയും കാണാൻ തയ്യാറാണ്. ഇല്ല, തെറ്റാണ്. അതെങ്ങനെയാ വരുന്നത്? എന്നോടൊന്ന് അദ്ദേഹം കൊടുത്ത വാർത്തയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഞാൻ വാർത്ത 2:35 വാർത്ത കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കില്ലെന്ന്. അപ്പോഴാണ് ഞാൻ ഓഫീസിൽ ചോദിക്കുന്നത് അദ്ദേഹം വന്നോന്നിരിക്കുന്നത്. എന്തൊരു മര്യാദയാണ് അതൊക്കെ.
നമ്മളോട് ഇനിയും വന്ന് ചോദിച്ചു, ഞാനുള്ള സമയത്ത്, ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എപ്പോഴാണ് വരാൻ സൗകര്യമുള്ളതെന്ന് പറഞ്ഞാൽ കാണാം. ദേവസ്വം ബോർഡ്, ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ സംസാരിക്കുന്ന ആളല്ലേ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണണമെങ്കിൽ ഇതൊരു എന്തിനാണ് ഇത്രയും ഒരു ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ. സർക്കാർ മറുപടി പറയണ്ടേ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടല്ലേ അയ്യപ്പ സംഗമം നടത്തുന്നത്? ഈ സ്വാമി അയ്യപ്പനെയും ഈ ശബരിമല ക്ഷേത്രത്തെയും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച സർക്കാരാണിത്, അല്ലേ? ഗവൺമെന്റാണ് അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അവരുണ്ടാക്കിയ അവിടുത്തെ ആചാര ലംഘനത്തിന് പോലീസിന്റെ പിന്തുണയോടുകൂടി കൂട്ടുന്ന ആളുകളാണ് അവര്. അവിടെ നടത്തിയ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുന്ന ആളുകളാണ്. അയ്യപ്പ ഭക്തർ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും കേസുകൾ എടുത്ത് അവരെ ജയിലിലാക്കാനും ശ്രമിച്ച ആളുകളാണ്. അപ്പൊ കേസ് പിൻവലിക്കണ്ടേ? പിന്നെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന നവോത്ഥാന സമിതി രൂപീകരിച്ച് മതില് കെട്ടിയ ആളുകളാണ്. അപ്പൊ അതൊക്കെ തള്ളി പറയണ്ടേ? അതെല്ലാം തള്ളി പറയണ്ടേ? ഉറപ്പായിട്ടും അല്ലല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡ് ആണ് ശരിക്കും ആ HRA ആക്ട് അനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ധർമ്മ സ്ഥാപനമാണ്, അവരാണത് ചെയ്യേണ്ടത്. ഇതിപ്പോ സർക്കാരല്ലേ മുമ്പിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത്. സർക്കാരല്ലേ അവിടെ നടത്തിയ എല്ലാ കുഴപ്പങ്ങളുടെയും പുറകിൽ അവരല്ലേ പുറകില്, അവരാണല്ലോ എല്ലാത്തിൻ്റെയും പുറകിൽ. എന്നിട്ട് അവര് ഇതാണ് ഞങ്ങളുടെ നിലപാട്, ഞങ്ങളെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമായി ആക്ഷേപിച്ചു. ഞങ്ങളെ UDF നേതൃത്വത്തെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമാണ് എന്ന് പറഞ്ഞു. ഇവര് പ്രോഗ്രസീവായിട്ടുള്ള ആളുകൾ, നവോത്ഥാനത്തിന്റെ വക്താക്കൾ, അവരാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കി മതില് കെട്ടി സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ആളുകളാക്കി. ഞങ്ങളെ പിന്തിരിപ്പന്മാരും ആക്കിയില്ലേ? മറുപടി പറയണ്ടേ? ഇപ്പൊ ഈ കാര്യങ്ങൾ, ഈ ശബരിമലയിലെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയാതെ 9 വർഷം നടത്താത്ത അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി നടത്തുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് അത് നടത്തുന്നതെന്ന്. അതന്നെ ഞങ്ങളും ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം എന്തൊക്കെ പറയുന്നു രാവിലെയും വൈകുന്നേരവും, എന്തെല്ലാം മാറ്റി പറയുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആ രാജേഷ് കൃഷ്ണൻ മകനും തമ്മിലുള്ള ബന്ധത്തിന് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? ഭക്തജനങ്ങൾക്ക് എതിരായിട്ടാണ്, അയ്യപ്പ ഭക്തർക്ക് എതിരായിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുന്ന അഫിഡവിറ്റ് ആണല്ലോ, സത്യവാങ്മൂലം. അവിടെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം, അത് സർക്കാർ കൊടുത്തിരിക്കുന്ന UDF സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് LDF സർക്കാർ ആചാര ലംഘനത്തിന് കൂട്ടുവയ്ക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത്.